ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരൽപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പരൽപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സച്ചിയുടെ നിരപരാധിത്വം രേവതിയെ തന്നെ തെളിയിച്ചിരിക്കുകയാണ്. രേവതി നേരെ ബാറിലേക്ക് ചെന്നതിന് ശേഷം അവിടുത്തെ CCTV ദൃശ്യം പരിശോധിക്കുകയും പരിശോധനയുടെ അവസാനം ആന്റണിയാണ് ചതി ചെയ്തതെന്ന് രേവതി തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ടല്ലേ. അതിനുശേഷം ശ്രീകാന്തിനോടായിട്ട് നേരെ സച്ചിയുടെ അടുത്തേക്ക് ഇതെല്ലാം ചെല്ലാൻ പറയുന്നുണ്ട്. ശ്രീകാന്തിനെ കാണുന്ന സമയത്ത് സച്ചി ഒരു നിമിഷം ഒന്ന് അതിശയിക്കേണ്ടത്. ഇത് ചോദിക്കുന്നത് എന്താ ശ്രീകാന്തിനെ ഇവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് അതൊക്കെ പറയാം, ഏട്ടത്തി ഇങ്ങോട്ടേക്ക് വരട്ടെ എന്ന് പറയുകയാണ്. പെട്ടെന്ന് തന്നെ സച്ചി ചോദിക്കുന്നുണ്ട്, ഏട്ടത്തിയോ? അവളെന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വരുന്നു? ഓ, നിങ്ങൾ രണ്ടുപേരുടെ എന്നെ എവിടെയും മദ്യപാനം നിർത്തുന്നതിന് വേണ്ടിയിട്ട് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലേ എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ സച്ചിനെ കെട്ടിപ്പിടിച്ച് ക്ഷമയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആദ്യം കാര്യം എന്താണെന്ന് സച്ചിക്ക് മനസ്സിലാവുന്നില്ല എങ്കിലും പിന്നീട് രേവതി പറയുന്നുണ്ട്, സത്യാവസ്ഥകളെല്ലാം തന്നെ എനിക്ക് മനസ്സിലായി. സച്ചേട്ടനോട് ക്ഷമിക്ക്. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും സച്ചേട്ടനെ ഞാൻ ഒറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നു. എൻ്റെ ഭാഗത്തുള്ള തെറ്റാണ്. സച്ചേട്ടനോട് ക്ഷമിക്കുക എന്ന് പറയാന്നൊക്കെ പറഞ്ഞിട്ട് രേവതി പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോൾ തന്നെയാണ് ശ്രീകാന്ത് പറയുന്നത്, ഏടത്തി നേരെ ബാറിലേക്ക് പോയിരുന്നു. അവിടുത്തെ CCTV ദൃശ്യം പരിശോധിച്ചു. അതിനകത്തുണ്ട് ഏട്ടനെ ചതിച്ചാരാണെന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനെ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിക്ക് എടുത്തത് ആന്റണിയാണെന്ന് അറിയുമ്പോൾ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അതിലുപരി തൻ്റെ സത്യസന്ധത എല്ലാവരും ശ്രീകാന്തും അച്ഛനും അമ്മയും എല്ലാവരും തന്നെ മനസ്സിലാക്കാൻ പോവുകയാണല്ലോ എന്നുള്ള ആശ്വാസവും സച്ചിക്കുണ്ട് കേട്ടോ. എന്നിരുന്നാലും സച്ചിനോടായിട്ട് രേവതി പറയുന്നുണ്ട്, ഞങ്ങൾ മാത്രം അറിഞ്ഞാൽ പോലെ സച്ചിനെ ഈ ലോകം മുഴുവനും തള്ളിക്കളഞ്ഞാണ്. അപ്പോൾ അവരെല്ലാവരും തന്നെ സത്യാവസ്ഥ അറിയണം. അതുകൊണ്ട് തന്നെ ഈ ഒരു CCTV ദൃശ്യവും കൂടെ തന്നെ സച്ചിയേട്ടൻ ഉള്ളു തുറന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോയും കൂടി പോസ്റ്റ് ചെയ്താൽ മാത്രമേ സച്ചിയേട്ടൻ സത്യസന്ധത ലോകം മുഴുവൻ അറിയുകയുള്ളൂ. അതുകൊണ്ട് അതും കൂടെ ചെയ്യണം. ശ്രീകാന്ത് നീ വേഗം ഒരു വീഡിയോ പിടിക്കാണ്ട് രേവതി പറയുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്ത് നമ്മുടെ സച്ചി തുറന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയും നമ്മുടെ സച്ചിയുടെ സത്യസന്ധത ലോകം മുഴുവൻ അറിയുകയും ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ രവി അറിയുകയും രവിക്ക് അത് ഭയങ്കര സങ്കടമാവുകയും ചെയ്യുന്നുണ്ട്. സച്ചി വരുന്ന സമയത്ത് സച്ചിനെ കെട്ടിപ്പിടിക്കുകയും സച്ചിനോട് ക്ഷമ ചോദിക്കുക മാത്രമല്ല സച്ചിയുടെ നെറുകയിൽ ഉമ്മ വരെയും കൊടുക്കുന്നുണ്ട് രവി. അങ്ങനെ ഒരു പ്രശ്നമൊക്കെ സോൾവ് ആയതിനു ശേഷം വളരെ സന്തോഷത്തോടെ തന്നെ ഇങ്ങനെ അവർ ലൈഫ് മുന്നോട്ട് പോകുന്ന സമയത്താണ് നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും വെഡിങ് ആനിവേഴ്സറി വരുന്നത് കേട്ടോ. ആ ഒരു സമയത്ത് രവി പറയുന്നുണ്ട്, നാളെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് എന്ന് പറയുന്ന സമയത്ത് എന്ത് പ്രധാനപ്പെട്ട ദിവസം സച്ചി ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി അത് മറന്നുപോയി എന്നോർത്തുകൊണ്ട് നമ്മുടെ രേവതി പിണങ്ങിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുട്ടോ. ആ ഒരു സമയത്താണ് രവി പറയുന്നത്, എടാ നീ ഇത്ര വേഗം മറന്നു, നാളെ നിന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്, അതുപോലെ നിനക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്നാണ് സച്ചി, ഈശ്വര ഞാനത് മറന്നുപോയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. രേവതിയുടെ അടുത്ത് എന്നതിന് ശേഷം ഒരു കണക്കിന് രേവതിനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് രണ്ടുപേരുടെ പ്രശ്നമൊക്കെ സോൾവ് ചെയ്ത് അങ്ങനെ പിറ്റേ നേരം പുലർന്ന സമയത്ത് പൂജാമുറി കയറി രേവതി പ്രാർത്ഥിക്കുന്ന സമയത്തിന് സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതിനുശേഷം രേവതിനെയും കൂട്ടിക്കൊണ്ട് സച്ചി ചന്ദ്രയെയും രവിയെയും വിളിച്ചു വരുത്തുക കേട്ടോ. ആ ഒരു സമയം തന്നെയാണ് കലാവതി അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. കലാവതി അമ്മേനെ കാണുന്ന സമയത്ത് സച്ചിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമാവുന്നു. ഓടി ചേർന്ന് കെട്ടിപ്പിടിച്ച് വട്ടം കറക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കലാവതി അമ്മേനെ താഴ്ത്തു നിർത്തിയതിന് ശേഷം അച്ഛമ്മ എന്താ പ്രതീക്ഷിക്കാതെ ഇങ്ങോട്ടേക്ക് എന്ന് ചോദിക്കുന്ന സമയത്ത് അതെ അമ്മ ഇങ്ങോട്ട് വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചന്ദ്രയും ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് കലാവതി അമ്മ പറയുകയാണ്, അതെന്താ എനിക്ക് പ്രതീക്ഷിക്കാതെ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല, നിന്നോട് വിളിച്ച് സമ്മതം ചോദിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വരാവുള്ളൂ എന്ന് ചന്ദ്രയോടായിട്ട് കലാവതി അമ്മ മറുപടി പറയുന്നുണ്ട്. ചന്ദ്രയ്ക്കാണെങ്കിൽ ഒരു അടി കിട്ടിയ അവസ്ഥയാവും കേട്ടോ. അങ്ങനെ രേവതിയുടെയും സച്ചിയുടെയും വിവാഹ വാർഷികമായിട്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മുടെ അച്ഛമ്മ ഇവർക്കായി കൊടുക്കുന്നുണ്ടായി. അതിനുശേഷം രവിയുടെയും ചന്ദ്രയുടെ അടുത്തേക്ക് രേവതിയും സച്ചിൻ ചെല്ലുകയാണ്. ഈ ഒരു സമയത്ത് ചന്ദ്ര മാറി നിൽക്കുന്ന കാണുമ്പോൾ തന്നെ കലാവതി അമ്മ പറയുന്നത്, നിനക്കെന്താ ചന്ദ്ര കാലിന് വയ്യേ, നിനക്ക് രവിനോട് ചേർന്ന് നിൽക്കാൻ പാടില്ലേ, പിള്ളേർക്ക് രണ്ടുപേർക്ക് അനുഗ്രഹം കൊടുക്കാൻ പറയുന്ന സമയത്ത് കലാവതി അമ്മ പറഞ്ഞുകൊണ്ട് തന്നെ തള്ളിക്കളയാനും ചന്ദ്രയ്ക്ക് ആവുകയില്ല. അങ്ങനെ തള്ളിക്കളയാനും നല്ല മറുപടി തന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു കണക്കിന് നമ്മുടെ രേവതിക്കും സച്ചിക്കും അനുഗ്രഹം കൊടുത്തിട്ട് ഒരു അലസ മട്ടിൽ തന്നെ നമ്മുടെ ചന്ദ്ര നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് കലാവതി അമ്മ ചന്ദ്രയോടായിട്ട് പറയുന്നത്, ഇതെന്താ നീ ഇങ്ങനെ നിൽക്കുന്നത്, നിന്റെ മോളും മരുമോളും അല്ലേ, നീ ഒരു കാര്യം ചെയ്ത് രേവതിനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ കൊടുക്കാൻ പറയാൻ കേട്ടോ. വേഗം തന്നെ മനസ്സിലൂടെ തന്നെ രേവതിനെ ചേർത്ത് ഇങ്ങനെ മുറുക്ക പിടിക്കുന്നുണ്ട്. അതിനുശേഷം പതുക്കെ ഇങ്ങനെ തള്ളുകയും ചെയ്യും കേട്ടോ. ആ ഒരു സമയത്ത് കലാവതി അമ്മ വീണ്ടും പറയുന്നത്, എന്താ ചന്ദ്ര നീ കാണിക്കുന്ന മര്യാദയ്ക്ക് രേവതി മോളെ പിടിച്ചിട്ട് നെറുകയിൽ ഒരു മുത്തവും കൂടെ കൊടുക്കാൻ പറയാണ്. അങ്ങനെ കലാവതി അമ്മയുടെ നിർബന്ധപ്രകാരം രേവതിയുടെ നെറുകയിലായിട്ട് ചന്ദ്ര ഒരു മുത്തവും കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് രേവതിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.